അങ്ങനെ അമേരിക്കയും ഇറാനും ഇസ്രായേലും ഒരു വലിയ യുദ്ധത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേലും അമേരിക്കയും ഒരുപാട് കാരണങ്ങൾ നിരത്തി ഇറാനെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഒന്ന് രണ്ടെണ്ണം ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ച് പോവാം. അതിക്ക് മുപ്പാട് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വയനാട് ഒരു മധു ഉണ്ടായിരുന്നു. എന്തോ ചെറിയൊരു മോഷണം നടത്തിയ ആൾ വിശപ്പിനെന്തോ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനം കുറച്ച് ഭീകര മനസ്സ് മരിച്ചിട്ടുള്ള കുറേ ആൾക്കാർ ആ പാവം ആ ഒരു മധുവിനെ, ഒരു ആദിവാസീനെ കൊന്നുകളഞ്ഞു. ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇത് ചെറുതെങ്കിൽ ഇത് വലുത് എന്നുള്ള രീതിയിലേക്കാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടക്കൊലകൾ ഇപ്പോൾ ഇറാൻ്റെ പേരിലായിട്ട് എത്തണം അവിടെ കൂട്ടക്കൊലകൾ നടത്തി എന്നുള്ളത്. അവിടെ സമരം നടത്തിയിരുന്ന, അതായത് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാനായിട്ടുള്ള സമരം നടത്തിയപ്പോൾ അവിടെ വലിയ കൂട്ടക്കൊലകൾ നടത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ആദ്യത്തെ കൂട്ടക്കൊലയാണോ അത്? ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ലോകത്ത് ഒരു ഭരണകൂടത്തിനെ അട്ടിമറിക്കാനായിട്ട് അവരെന്ത് കാരണങ്ങളായിക്കോട്ടെ, ഒരു ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭരണകൂടം എന്ത് ചെയ്യണം? ശരി, നിങ്ങൾ വന്ന് അട്ടിമറിച്ച് പൊക്കോളം പറഞ്ഞിട്ട് ഇരിക്കലാണോ ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്? ഒരിക്കലും അല്ല. അവിടെ കലാപം ഉണ്ടാവും, അവിടെ വെടിവെപ്പുണ്ടാവും, മരണങ്ങളുണ്ടാവും. അത് ന്യായീകരിക്കല്ല. എന്നിരുന്നാലും അതല്ലാതെ ഭരണകൂടത്തിന് വേറെന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ, ഇറാൻ കുറേ പ്രോക്സികൾ ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, അമേരിക്ക എത്ര പ്രോക്സികൾ ഉണ്ടാക്കിയിട്ട് ലോകത്ത്? എത്രയോ അറിഞ്ഞോ അറിയാതെയോ എത്രയോ ഈ ഇങ്ങനെ വിഘടനവാദത്തിന് വേണ്ടിയിട്ട് എത്രയോ സ്ഥലത്തേക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിനാണ്. ഇറാൻ്റെ മൂന്നെണ്ണല്ലേ പറയാം, മൂന്നോ നാലോ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ പറയാം. ഇവരെത്രമാത്രം ലോകത്ത് അട്ടിമറികൾ നടത്താനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ സംഘടനകൾക്ക് ഫണ്ട് ചെയ്ത് ഈ ലോകത്ത് പ്രശ്നങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇസ്രായേൽ ചെയ്തിട്ടില്ലേ? ഇസ്രായേലിന് എന്താ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചാൽ ഇസ്രായേലും അവർക്ക് ചെന്ന് പറ്റാത്തടത്തൊക്കെ അവരെന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള പ്രോക്സികളെ ഉണ്ടാക്കിയിട്ട് അവർ യുദ്ധം ചെയ്യിച്ചിട്ടില്ലേ? അവർ ഫണ്ട് ചെയ്യിച്ചിട്ടില്ലേ? ലോകത്ത് ഏത് രാജ്യം ചെയ്യാത്ത? റഷ്യ ചെയ്തിട്ടില്ലേ? ചൈന ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്തിട്ടില്ലേ? ചെയ്യാത്തൊരു രാജ്യം ലോകത്തില്ല. അതായത് വലിയവൻ ചെയ്യുന്നത് ശരി, ചെറിയവൻ ചെയ്യുന്നത് തെറ്റ്. ഞാൻ നേരത്തെ മധുവിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഒരു വലിയൊരു സഭയിലേക്ക് നല്ല മോഡിഫൈ ആയിട്ടുള്ള ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരാൾ വന്നാൽ അത് എൻ്റെ അപ്പനാന്ന് പറയാനായിട്ട് 1000 ആൾ വരണ മാതിരി കേസണോ ഇന്ന് ലോകത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ലോകത്ത് നല്ല കാര്യമായിട്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തും എന്നിട്ട് അത് അടിച്ചമർത്തിയിട്ടില്ല, അതിലാരും മരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇറാനിൽ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. എന്ത് ന്യായീകരണം നിങ്ങൾ പറയണം? ഈ അമേരിക്ക തന്നെ എത്ര ഭരണകൂടങ്ങളെ മറിച്ചിട്ടുണ്ട്? എത്രയോ രാജ്യങ്ങളിൽ പോയിട്ട് യുദ്ധം നടത്തി എത്രയോ നിരപരാധികളായിട്ടുള്ള എത്ര ലക്ഷക്കണക്കിന് ഞങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇസ്രായേൽ മോശമാണോ ആ കാര്യത്തിൽ? ആരും മോശമല്ല. ലോകത്തിൽ ഇന്ന് രാജ്യങ്ങളായി പറഞ്ഞിട്ടുള്ള എല്ലായിടത്തും ഇത്തരം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് അടിച്ചമർത്തിയിട്ടുണ്ട്, ഇല്ലാത്തടത്ത് ഭരണമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ആ പേരും പറഞ്ഞിട്ട് ആക്രമിക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള തോന്നലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ തന്നെ സദാം ഹുസൈന് രാസായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സദാം ഹുസൈനെ വളർത്തിക്കൊണ്ട് വന്നത് ഈ പറഞ്ഞ അമേരിക്ക തന്നെയാണ്. അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് അറിയാം സദാം ഹുസൈൻ്റെ ഒരു പിണ്ണാക്കൂലിയാന്ന്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാം ഹുസൈൻ്റെ സകല കാര്യങ്ങളും അമേരിക്കയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ലാസ്റ്റ് എന്തുണ്ടായത്? അവിടെ രാസായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ രാജ്യത്ത് കയറി ലക്ഷങ്ങളൊക്കെ ഒന്നൊടുക്കി അവിടെ ആ രാജ്യം കുട്ടിച്ചോറായിട്ട് പിന്നെ വന്നിട്ട് പറയാം അവിടെ ഒരു രാസായുധം ഇല്ല. അവർക്ക് അറിയാണ്ടല്ലാത്തത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് അവരൊരു നുണ പറഞ്ഞ് ആദ്യം വിടും, എന്നിട്ടത് ശരിയാക്കി എടുക്കും. ലോകം മുഴുവനും വലിയവൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോണം. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ അതെൻ്റെ അപ്പനെന്ന് പറയാനായിട്ടുള്ള ആൾക്കാർ അവരെ ഗണത്തിൽ പെട്ടവരാ. ഇതൊക്കെയാണ് സത്യങ്ങൾ. പിന്നെ നമ്മൾ ഇറാൻ എന്ന് പറയുന്നത് വളഞ്ഞു കൂടിയിട്ട് അടിക്കേണ്ട അതിനെ എന്താ അവർ പുറത്തേക്ക് ചെയ്തിട്ടുള്ള തെറ്റെന്താ എനിക്ക് മനസ്സിലായില്ല. മറ്റുള്ള ഏതെങ്കിലും ഒരു ലോകരാജ്യങ്ങൾക്ക് ഈ യുദ്ധത്തിന് മുന്നേ ആരുപദ്രവിച്ച കാര്യം പറയണം? എവിടെയെങ്കിലും പോയിട്ട് ഒരു കൂട്ടക്കൊല നടത്തിയില്ല?
അവരാരെങ്കിലും കയറി ഉപദ്രവിച്ചണ്ട? അങ്ങനെ ഒരു പേര് പറയാനായിട്ട് അവരുടെ രാജ്യത്ത് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. അതൊക്കെ അന്വേഷിച്ച് തീർപ്പാക്കലാണോ ഈ അമേരിക്കയിൽ ഇവരെയൊക്കെ ജോലി? ഇസ്രായേൽ പറയണത് അവർക്ക് ലോകത്ത് ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണ് അവർ ഇറാനെ, അതായത് ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇസ്രായേലിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതേ അവകാശവാദം തന്നെയല്ലേ ഇസ്രായേലും പറയണത്, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇറാൻ അത് പറയാനുള്ള അധികാരമില്ലേ, അവകാശമല്ലേ? ഒരു ഊരിൽ രണ്ട് തരം കറി വയ്ക്കുന്ന സ്വഭാവം. ഇതാണ് ലോകവ്യവസ്ഥ. പൈസയുള്ളവനും കഴിവുള്ളവനും ആയുധമുള്ളവനും എന്ത് തെണ്ടിതര ലോകത്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്കൊന്നും മിണ്ടാൻ പാടില്ല. ഈ ഒരു അവസ്ഥ ചെറിയ രാജ്യങ്ങൾ എന്നും വലിയവൻ്റെ ആട്ടും തുപ്പും കേട്ട് കെടുന്ന് അങ്ങനെ കെടുക്കുകയാണെങ്കിൽ, അവൻ പറയണതൊക്കെ അനുസരിച്ച് അവന് ഏറാമൂളിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നട്ടൽ ഉയർത്തി ഇറാൻ ഭരണകൂടം പറഞ്ഞു അത് നടക്കില്ല, ഞങ്ങളുടെ രാജ്യത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇതല്ലേ സത്യത്തിൽ യുദ്ധത്തിൻ്റെ കാരണം?